ചേരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ശ്രീനിവാസൻ എന്നുള്ള അതുല്യ പ്രതിഭയെ ഓർക്കുന്നത്? രാവിലെ ഷീനേട്ടന്റെ മരണത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊരു സോക്കോൾഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ശൂന്യത തോന്നുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പല സമയങ്ങളിലായിട്ട് കാണുകയും ഒപ്പം ഇരിക്കുകയും ജീവിച്ചിരുന്ന സമയങ്ങളിൽ ഒന്നിച്ച് സഞ്ചരിക്കുകയും ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ ശ്രീനേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് അപ്പുറത്തുണ്ടല്ലോ, തൊട്ടടുത്തുണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതങ്ങ് പെട്ടെന്ന് ഇല്ലാതായ ഒരു ഒരവസ്ഥ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശ്രീനേട്ടനൊപ്പം ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീനേട്ടനുമായിട്ട് ഒരുമിച്ച് കുറെ കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ചിലതും ഒന്നും തന്നെ പ്രായോഗികമായില്ല എന്നുള്ളത് വേറൊരു കഥ. പക്ഷെ എന്റെ ഒഴിമുറി എന്ന സിനിമ ഉണ്ടാവാനുള്ള കാരണം പോലും ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ആയിരിക്കും നല്ലത്, അത് നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയും. കാരണം ഒഴിമുറിയുടെ സ്ക്രീൻ പ്ലേ അദ്ദേഹം ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളി വായിച്ചു കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്, ആ തിരക്കഥ വായിച്ചാൽ അതിൻ്റെ അകത്തൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നിയിട്ടുള്ളൂ, നീ ചെയ്തു എന്നുള്ളത് അതിന്റെ ഒരു നാഷണൽ അവാർഡ് അടക്കം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പം കാരണം ശ്രീനേട്ടന്റെ ഒരു വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ശ്രീനേട്ടൻ പറയാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും അത്രമേൽ തീർത്തും തനിക്ക് കഴിയും എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഏറ്റെടുക്കാറുള്ളൂ. ഏറ്റെടുക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി പിന്നീടും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരുപാട് നിർബന്ധ ബുദ്ധിയോട് പുറത്ത് ഏറ്റെടുത്തുള്ള ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അതൊട്ടും ശുഭകരമല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒതുക്കത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങൾ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള വേഷങ്ങൾ, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ മലയാളി മനുഷ്യൻ, മലയാള മനസ്സ് ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ശ്രീ മധുപാൽ, ഇപ്പൊ താങ്കളുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ പെട്ടെന്ന് ഗുരുവാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഒരു അഭിനയ ശൈലി എങ്ങനെയാണെന്ന് അറിയാം, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എങ്ങനെയാണെന്ന് അറിയാം. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുക? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു അനുഭവം. ഓരോ സിനിമയും ഒന്നിൽ നിന്ന് വേറിട്ട രീതിയിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ്. കാരണം അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇപ്പൊ നമ്മൾ പറയും, കാരണം സ്വന്തം ശരീരത്തെയും പരിമിതികളെയും എല്ലാം പിന്നെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചു കൊണ്ട് പോകുമ്പോഴും അതിനകത്ത് തീവ്രമായും ഒരു ഭാഷയുണ്ടാക്കാൻ, ശരീരം കൊണ്ടൊരു ഭാഷയുണ്ടാക്കാൻ ശ്രീനേട്ടന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഗുരുവിലെ കക്ഷിയല്ല ഈ പിന്നെ ചന്ദ്രലേഖയിലെ കഥാപാത്രം, അതൊന്നുമല്ലാത്ത തകർച്ചണ്ടയിലെ കഥാപാത്രം വേറെയാണ്. ഒന്നും ആരംഭകാലങ്ങളിലുള്ള ഞാൻ യവനിക പോലൊരു ചലച്ചിത്രത്തിലെ ഒരു നാടകവണ്ടിയുടെ കൂടെ പോകുന്ന ഒരു ക്ലറിക്കൽ കക്ഷിയുടെ സ്വഭാവമല്ല അദ്ദേഹം. അത് നമ്മൾ ആലോചിച്ചാൽ വേണമെങ്കിൽ വിൽക്കാണ്ട സ്വപ്നങ്ങളിൽ, ആരംഭകാലങ്ങളിൽ വിൽക്കാണ്ട സ്വപ്നങ്ങളും യവനികൾക്കും ഏകദേശം ഒരേ സ്വഭാവത്തിൽ വരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ പിന്നെ പോകെ പൊന്നോട്ടേട്ടുന്ന താറാവിലേക്കായാലും സന്ദേശത്തിലേക്കായാലും പിന്നെ എല്ലാത്തിനും ഒരു സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ കഥാപാത്രം, നാടോടിക്കാറ്റിലെ കഥാപാത്രങ്ങളും ഒക്കെ വേറിട്ട സാധ്യതയാണ്. ഇതിനേക്കാൾ ഏറ്റവും ഗംഭീരമായ വേറൊരു ക്യാരക്ടറാണ് മഴയത്ത് മുംബൈയിലുള്ള അധ്യാപകൻ. അപ്പൊ ഓരോ സിനിമയും ഓരോ രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന, ശരീരഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണത്. അതിനത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീനേട്ടന് മനുഷ്യനെ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. സാധാരണ ആൾക്കാരെ കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീനേട്ടൻ ചെയ്തിട്ടുള്ളത്. ഈ വരവേൽപ്പിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അതൊരു വേറൊരു സ്വഭാവത്തിലെ കഥാപാത്രമാണല്ലോ. പവിത്രത്തിലെ ഡോക്ടർ അതൊരു വേറൊരു സ്വഭാവത്തിലെ കഥാപാത്രം. ഇങ്ങനെ ഓരോ സിനിമകളിലും ശ്രീനേട്ടന്റേതായ ഒരു രീതികൾ ശ്രീനേട്ടൻ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അതെന്തുകൊണ്ട് ഇതൊരു ഫാന്റസി ആയിരിക്കരുത്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കണം, കുറച്ചുകൂടി ആളുകളെ കണക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മാറ്റം അത് ഇപ്പൊ പത്മരാജനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി ആളുകൾക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പക്ഷേ ശ്രീനിവാസനെ ആയിരിക്കും അല്ലേ?
അല്ല, അതിന്റെ ഒരു കാരണം ശ്രീനേട്ടൻ ശരിക്കും അതിനെ കുറച്ചുകൂടെ ജനകീയമാക്കി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ജനകീയമായിട്ട് കഥ, അതിനൊരു കാരണം വെച്ചാൽ ഏതൊരു കഥയിലും ഒരു അല്പമെങ്കിലും സറ്ററിക് ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടോ കാര്യങ്ങൾ എത്ര ഗഹനമായ വിഷയമാണെങ്കിൽ പോലും അതിനകത്തൊരു അല്പം നർമ്മം കലർത്താൻ പറ്റിയാൽ അത് വേദനിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ആ വേദന പറയുന്ന സമയത്ത് പോലും നർമ്മം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം അത്രമേൽ കണക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ആ കണക്ടിവിറ്റിയാണ് സാധാരണ പ്രേക്ഷകനും പഴയ പ്രേക്ഷകനും ഇന്നത്തെ പ്രേക്ഷകനും നാളത്തെ പ്രേക്ഷകനുമായിട്ടും കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ഒരു ധൈര്യത്തെ കുറിച്ച് കൂടി ചോദിക്കട്ടെ ശ്രീ മധുപാൽ. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഓരോ മേഖലയിൽ നിൽക്കുമ്പോഴും നമ്മുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വീക്ഷണം, ഇതൊക്കെ പറയാൻ നമ്മൾ ചിലപ്പോൾ മടിക്കും. നമ്മൾ പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം, മലയാള സിനിമയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു നിൽപ്പ് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂ, ആ രീതിയിൽ അദ്ദേഹം കാണിച്ച ധൈര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്താ പറയുക, ഓരോ വ്യക്തിക്കും ഒരു നിലപാടുണ്ടാവുന്നത്. ആ നിലപാടുകൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ധൈര്യം ഉണ്ടാവുക എന്നതാണ് അടിസ്ഥാനമായിട്ടും നമുക്കുണ്ടാവേണ്ടത്. കാരണം ഏതൊരു പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തിന് ഇപ്പം സിമ്പിൾ തിയറിയാണ്. മീഡിയ എന്നും എക്കാലത്തും പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ചോദിക്കുമ്പോൾ പോലും പതറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അതല്ല സത്യം. അതിനകത്ത് പോലും വളരെ കൃത്യമായിട്ടൊരു നിലപാടുണ്ടായതോട് നിലപാട് പറയാൻ ധൈര്യം കാണിക്കാതെ അതിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു വിഷൻ ഉള്ളത് കൊണ്ടാണ്. ദാർശനികമായിട്ട് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളോടുള്ള സമീപനമുണ്ടെന്ന്. കാരണം ഏറ്റവും സാധാരണ മനുഷ്യന്മാരോടൊപ്പം ജീവിച്ച് തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ആകാശത്തിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന താഴെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന്റെ കഥയുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അത് ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകളും കഥാപാത്രങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. അതെ, താങ്ക് യു ശ്രീ മധുപാൽ സംസാരിച്ചതിന്.